നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കഠിനാധ്വാനം ചെയ്യാറുണ്ട്. നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ ചിലപ്പോൾ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞവരും നമ്മളെക്കാൾ ഉയർച്ചയിലേക്ക് പോകുന്നത് നാം കാണാനിടയാകും. ഈ സന്ദർഭങ്ങളിൽ നാം നമ്മുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ജോലിസ്ഥലത്തോ ജീവിതത്തിലോ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ കഥ തീർച്ചയായും കേൾക്കണം. പണ്ട് ഒരു വലിയ ഫാക്ടറിയിൽ ഒരു യുവാവ് ജോലിക്ക് ചേർന്നു. അസാമാന്യമായ കഠിനാധ്വാനിയായിരുന്നു അവൻ. അവന്റെ ബോസ് അവന് നൽകിയ ഉപദേശം ഇതായിരുന്നു: കുറച്ച് സംസാരിക്കുക, കൂടുതൽ ജോലി ചെയ്യുക, നിന്റെ കഴിവുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവൻ അത് കൃത്യമായി പാലിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നേക്കാൾ കഴിവ് കുറഞ്ഞവർ സ്ഥാനക്കയറ്റം നേടി മുന്നേറുന്നത് അവൻ കണ്ടു. നിരാശനായ അവൻ ബോസിനോട് ഇതിന്റെ കാര്യം തിരക്കി. ബോസ് അവനോട് പറഞ്ഞു, നീ നാളെ ഒരു ദിവസം ലീവ് എടുക്ക്. അവൻ അങ്ങനെ ചെയ്തു. അവനില്ലാത്ത ആ ദിവസം ഫാക്ടറിയിലെ പല ജോലികളും തടസ്സപ്പെട്ടു. അപ്പോഴാണ് അവൻ ആ സ്ഥാപനത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടവനാണെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ അവന് പ്രൊമോഷനും ലഭിച്ചു. ഇതോടെ തന്റെ പ്രാധാന്യം തെളിയിക്കാൻ അവൻ ഇടയ്ക്കിടെ അവധിയെടുക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം അവനെ ആ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അമ്പരന്ന് പോയ അവൻ ബോസിനോട് കാരണം ചോദിച്ചു. അപ്പോൾ ബോസ് പറഞ്ഞ മറുപടി നമ്മൾ ഓരോരുത്തരും ഓർത്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബൾബിന്റെ പ്രാധാന്യം പലപ്പോഴും ആരും ശ്രദ്ധിക്കാറില്ല. അത് അണയുമ്പോഴാണ് നമ്മൾ അതിന്റെ മൂല്യം അറിയുന്നത്. എന്നാൽ ആ ബൾബ് അടിക്കടി അണയാൻ തുടങ്ങിയാൽ നമ്മൾ അതിനെ മാറ്റി പുതിയൊരെണ്ണം വെക്കും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം. നമ്മുടെ അസാന്നിധ്യം അവർക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഒന്നായിരിക്കണം. എന്നാൽ ആ അസാന്നിധ്യം ഒരു ശീലമായാൽ നമ്മൾ ആർക്കും വേണ്ടാത്തവരായി മാറും. ഈ പാഠം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തു വെക്കേണ്ട ഒന്നാണ്.